Hello dear friends, welcome to RJ's physics classes. Electromagnetic induction. മൈക്കൽ ഫാരഡെ തുടങ്ങി വെച്ച സുന്ദരമായ ഒരു ലോകം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലെ ഫാരഡേസ് ലോ എന്നുള്ള പാർട്ടാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞത് ഫാരഡേസ് ലോ എന്നുള്ള കോൺസെപ്റ്റ് മാത്രമാണ്. ഓക്കെ, സോ അതിൻ്റെ അസോസിയേറ്റഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ സുന്ദരമായ ലോകത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഓക്കെ, സോ സഞ്ചരിക്കാൻ നിങ്ങൾ റെഡി ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണു. നമുക്കൊരുമിച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കാം. ഓക്കെ, ബുക്കും പെന്നൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. മീൻസ് എഴുതാൻ റെഡിയായി, ഫിസിക്സിൻ്റെ ലോകത്തിലൂടെ മാത്രം സഞ്ചരിക്കാൻ റെഡിയായിട്ട് നിങ്ങളും ഞാനും എത്തിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം, അല്ലെങ്കിൽ ടോപ്പിക്കിലേക്ക് നീങ്ങാം. ഫാരഡേസ് ലോ, ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന അടുത്ത ലോ ആണ് ലെൻസ് ലോ. ഫാരഡേന്റെ ലോനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു ലോ ആണ് ലെൻസ് ലോ. ലെൻസ് ലോ പറയാൻ എളുപ്പമാണ്. ലെൻസ് ലോ പറഞ്ഞ ഐഡിയ സിമ്പിൾ ആണ്. ഓക്കെ, ഫാരഡേന്റെ ലോന്റെ ഇക്വേഷൻ നമുക്കറിയാലോ. E ഈക്വൽ ടു d∅dt എന്ന് പറഞ്ഞ ഇൻഡ്യൂസ്ഡ് EMF ഡ്യൂ ടു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ, ലെൻസ് ലോന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? E ഈക്വൽ ടു മൈനസ് d∅dt. ഇതാണ് ലെൻസ് ലോന്റെ ഇക്വേഷൻ. ഈ നെഗറ്റീവ് സൈൻ എന്തിന് കൊടുക്കണതായിരിക്കും? എന്തിനാ നെഗറ്റീവ് സൈൻ കൊടുക്കുക? നോ ഡൗട്ട് ഒപ്പോസ് ചെയ്യണത് കാണിക്കാനാണ്. ഓക്കെ, ഒപ്പോസ് ചെയ്യണത് കാണിക്കാനാണ് നെഗറ്റീവ് സൈൻ കൊടുക്കുക. ഈ ഇക്വേഷൻ നോക്കി വായിച്ചാൽ ലെൻസ് ലോന്റെ ഡെഫിനിഷൻ ആയിട്ട് മാറും. ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, induced EMF will try to oppose the rate of change of magnetic flux. Induced EMF will try to oppose the rate of change of magnetic flux, or induced EMF will try to oppose the cause that produces it. Induced EMF will try to oppose the cause that produces it. എന്ത് കാരണം കൊണ്ടാണോ അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നത്, ആ കാരണത്തിനെ ഒപ്പോസ് ചെയ്യാനാണ് EMF എല്ലായ്പ്പോഴും ശ്രമിക്കുക. എന്ത് കാരണം കൊണ്ടാണോ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നത്, ആ കോസിനെ ഒപ്പോസ് ചെയ്യാൻ ഇൻഡ്യൂസ്ഡ് EMF will try to oppose the cause that produces it. ഓക്കെ, ഈ ലോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലെൻസ് ലോ. Induced EMF will try to oppose the cause that produces it. Okay, so electromagnetic inductionil induced EMF ഉണ്ടാവാനുള്ള കാരണം എന്താണോ അതിനെ ഒഴിവാക്കാൻ. സോ ഈ ചാപ്റ്റർ പഠിച്ചു പോകുമ്പോൾ എവിടെങ്കിലും ഒരു സ്ഥലത്ത് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായാൽ നമ്മൾ ആ EMFനോട് ചോദിക്കാം, അല്ലെങ്കിൽ EMF നമ്മളോട് ചോദിക്കണമെന്ന് വിചാരിക്കാം, എന്തുകൊണ്ടാ ഞാൻ ഉണ്ടായേ? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായാൽ ആ EMF നമ്മളോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാ ഞാൻ ഉണ്ടായേ? നമ്മൾ അതിനൊരു മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്, റീസൺ നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും ആ EMF അടുത്തൊരു ഡയലോഗും കൂടി നമ്മളോട് പറയും, ഇനി അങ്ങനെ ഉണ്ടാവണ്ട, ഇനി അങ്ങനെ ഉണ്ടാവണ്ട. ഇതൊക്കെ കൂടി കേട്ടാൽ ചിലപ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. പകരം അതിൻ്റെ ഒരു എക്സാമ്പിൾ ആലോചിച്ചാൽ ഒരു ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ ഒരു കോയിൽ, ഈ കോയിലിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ കോയിലിനോട് കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്തോ ഒരു ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഗാൽവനോമീറ്റർ പോലുള്ള ഡിവൈസ് കണക്ട് ചെയ്തു. ഫാരഡേന്റെ ലോന്റെ കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെന്റ് ഇൻ എ ന്യൂ ഫോം. ഇവിടുന്ന് ഒരു മാഗ്നറ്റ് വരികയാണ്. ഈ മാഗ്നറ്റ് ഇവിടുന്ന് താഴേക്ക് വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഇതിൻ്റെ ഉള്ളിൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവും. 100% ഉറപ്പല്ലേ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവും എന്നുള്ളത്? ഓക്കെ, സോ ഈ മാഗ്നറ്റ് താഴേക്ക് വരുമ്പോൾ ദർ മസ്റ്റ് ബി എ ചേഞ്ച് ഇൻ ഫ്ലക്സ്.
എപ്പോ സർക്യൂട്ടിൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടോ അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. സാഹചര്യം ഉണ്ടെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. ഈ സർക്യൂട്ട് കംപ്ലീറ്റഡ് ആണ്, അതുകൊണ്ട് ഇതിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. ഇൻഡ്യൂസ്ഡ് കറണ്ട് നമ്മളോട് ചോദിക്കാം, എന്തുകൊണ്ടാ ഞാൻ ഉണ്ടായേ എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എന്താ ഉത്തരം പറയാ? ഈ മാഗ്നറ്റ് താഴേക്ക് വരുകൊണ്ടാണ് EMF ഉണ്ടായത്, അല്ലെങ്കിൽ ആ മാഗ്നറ്റ് താഴേക്ക് വരുകൊണ്ടാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടായത്. ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ അടുത്ത സെന്റൻസ് എന്താവും? ഇനി ആ മാഗ്നറ്റ് താഴേക്ക് വരണ്ട. ലോജിക് മനസ്സിലായോ? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ. നമ്മൾ ആ EMFനോട് ആ കാരണം പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന കാരണം കൊണ്ടാട്ടോ ആ EMF ഉണ്ടായ, അല്ലെങ്കിൽ ആ കറണ്ട് ഉണ്ടായ. കറണ്ട് തിരിച്ചു തരുന്ന സെന്റൻസ് ഇതാണ്, ഇനി അങ്ങനെ ഉണ്ടാവണ്ട. ഇപ്പൊ ഇവിടെ ഈ മാഗ്നറ്റ് താഴേക്ക് വരുമ്പോഴാണ് ഇതില് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവുന്നത്. ഇൻഡ്യൂസ്ഡ് കറണ്ട് നമ്മളോട് ചോദിച്ചു, എന്തുകൊണ്ട് ഞാൻ ഉണ്ടായി? മറുപടി കൊടുക്കുകയാണ്, ഒരു മാഗ്നറ്റ് താഴേക്ക് വരുകൊണ്ടാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടായേ. മൂപ്പര് ഉടൻ അടുത്ത ഡയലോഗ് പറയും, ഇനി ആ മാഗ്നറ്റ് വരണ്ട. എന്തുകൊണ്ടാ കറണ്ട് ഉണ്ടായേ? മാഗ്നറ്റ് വരുന്നത് കൊണ്ടാണ്. ഇനി ആ മാഗ്നറ്റ് വരണ്ട. അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ. ആ മാഗ്നറ്റ് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നോർത്ത് പോൾ ഇൻഡ്യൂസ് ചെയ്യാം, ഇവിടെ സൗത്തും. ഈ നോർത്ത് പോൾ ഇൻഡ്യൂസ് ചെയ്യാനുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ നമുക്കറിയാലോ, എന്താണ്? ആന്റി ക്ലോക്ക് വൈസ്. സൗത്ത് പോൾ ആണെങ്കിൽ ക്ലോക്ക് വൈസ്. മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ സംഭവം പറഞ്ഞിരുന്നു, ഒരിക്കൽ കൂടെ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, സോ ഇങ്ങനെ ഒരു മാഗ്നറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോർത്ത് പോൾ ഉണ്ടാവും, ഇവിടെ സൗത്ത് പോൾ ഉണ്ടാവും. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ആ മാഗ്നറ്റിന്റെ മൂവ്മെന്റ് സ്ലോ ആവും. ഓക്കെ, സ്വാഭാവികമായിട്ടും അവിടുത്തെ കോസ് ഇല്ലാണ്ടേക്കാനല്ലേ മൂപ്പര് ശ്രമിച്ചേ, സംശയമില്ലല്ലോ. ഇനി ഈ മാഗ്നറ്റിന് പകരം ഇങ്ങനെ ഒരു കോയിൽ, ഈ കോയിൽ ഇതേപോലെ ഒരു ഗാൽവനോമീറ്റർ പോലത്തെ എന്തോ ഡിവൈസ് കണക്ട് ചെയ്തു. ആ ഡിവൈസ് കണക്ട് ചെയ്തതിന് ശേഷം ഇതിന്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റ് വെക്കുകയാണ്. ഈ മാഗ്നറ്റിന്റെ ഇവിടെ സൗത്ത് പോളും ഇവിടെ നോർത്ത് പോളും. ഓക്കെ, ഈ മാഗ്നറ്റ് ഇതിന്റെ ഉള്ളിൽ നിന്ന് താഴേക്ക് പോരാണ്. ഇങ്ങനെ പോരുമ്പോഴും ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവില്ലേ? ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടോ, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ആ ഇൻഡ്യൂസ്ഡ് EMF നമ്മളോട് ചോദിച്ചു, അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് നമ്മളോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുക? എന്തുകൊണ്ടാണ് ഞാൻ ഉണ്ടായേ? എന്തുകൊണ്ടാണ് ഞാൻ ഉണ്ടായെന്നുള്ള ക്വസ്റ്റ്യൻ ഈ കറണ്ട് നമ്മളോട് ചോദിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ എന്താ മറുപടി കൊടുക്കുക? സിമ്പിൾ, മാഗ്നറ്റ് അതിന് താഴേക്ക് പോരുന്നതുകൊണ്ടാണ്. ഓക്കെ, ഈ മാഗ്നറ്റ് പുറത്തോട്ട് വരണോണ്ടാണ് എന്ത് ചെയ്തത്? ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടായേ. ഉടൻ ഇൻഡ്യൂസ്ഡ് കറണ്ട് നമുക്ക് അടുത്തൊരു തീരുമാനം പറഞ്ഞുതരും, ഇനി ആ മാഗ്നറ്റ് പുറത്തേക്ക് പോണ്ട. എന്തുകൊണ്ടാ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടായേ? മാഗ്നറ്റ് പുറത്തോട്ട് വരണോണ്ടാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടായേ. സോ അയാൾ അടുത്ത ഡയലോഗ് എന്താണ്? മാഗ്നറ്റ് പുറത്തോട്ട് വരണ്ട. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഇവിടെ നോർത്ത് പോൾ, ഇവിടെ സൗത്ത് പോൾ. അതുകൊണ്ട് എന്താ സർ മെച്ചം? സിമ്പിൾ, ഇത് സൗത്ത് നോർത്തും ഇത് സൗത്തും ആണെങ്കിൽ ദർ മസ്റ്റ് ബി അട്രാക്ഷൻ. ഇത് നോർത്തും ഇത് സൗത്തും ആണെങ്കിൽ ദർ മസ്റ്റ് ബി അട്രാക്ഷൻ. അങ്ങനെ അട്രാക്ട് ചെയ്യുമ്പോൾ മൂപ്പർക്ക് പുറത്തേക്ക് വരാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഉറപ്പല്ലേ? അതിന്റെ വെയിറ്റ് കൂടിയോണ്ട് അത് വരും, ഉറപ്പാണ്. താഴേക്ക് പോവും, അല്ലെങ്കിൽ താഴേക്ക് വീഴും, 100% ഉറപ്പാണ്. പക്ഷേ ഈ താഴേക്ക് പോണ സ്പീഡ് കുറയ്ക്കാനെങ്കിലോ സഹായിക്കും. ഇത്ര ലെൻസിലോ പറഞ്ഞിട്ടുള്ളൂ. ഇൻഡ്യൂസ്ഡ് EMF എല്ലായ്പ്പോഴും ശ്രമിക്കുക എന്തിനാണ്? അതുണ്ടാകാനുള്ള കോസിനെ ഒപ്പോസ് ചെയ്യാൻ. ഈ മാഗ്നറ്റ് താഴേക്ക് വരുമ്പോൾ, മാഗ്നറ്റ് താഴേക്ക് വരണതുകൊണ്ടാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടായേ. സോ മൂപ്പർ എന്തിനാ ശ്രമിക്കുക? ആ ഡൗൺവേർഡ് മോഷൻ ഒപ്പോസ് ചെയ്യാൻ. പിന്നെ മൂപ്പർ ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഇതിന്റെ ഉള്ളില് ഈ മാഗ്നറ്റ് താഴേക്ക് വീഴുമ്പോൾ, ഓക്കെ, ഈ മാഗ്നറ്റ് താഴോട്ട് പോരുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് ഉണ്ടായാൽ മൂപ്പർ ഉടൻ ശ്രമിക്കുക എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മാഗ്നറ്റിന്റെ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് ഏത് സമയത്തും അങ്ങനെയാണ്. ഇതിന് ഞാൻ സ്ഥിരം കൊടുക്കാറുള്ള ഒരു നോർമൽ എക്സാമ്പിൾ, സയൻസുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ്. സ്കൂളിലേക്ക് വരാൻ ഞാൻ പറയണില്ല, കാരണം അതൊരു അത്യാവശ്യ കാര്യമല്ലല്ലോ, അല്ലെങ്കിൽ അത്ര ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ആയിക്കൊള്ളുന്നില്ല. പകരം നിങ്ങൾ എങ്ങോട്ടോ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ എങ്ങോട്ടോ പോകാൻ വേണ്ടിയിട്ട്, മീൻസ് ലുലു മാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് വിചാരിക്കാം. ഓക്കെ,
നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തുന്നതിൻ്റെ മുന്നേ ബസ് വരികയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഫിലിമിന് പോവാണ് അർജന്റായിട്ട്. ബസ് സ്റ്റോപ്പിൽ എത്തുന്നതിൻ്റെ മുന്നേ ബസ് വരുമ്പോൾ നമ്മൾ ബസ്സിന് കൈ കാണിക്കും. ആ ബസ്സിന് കൈ കാണിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക? ആ ബസ് നിർത്തണേ എന്നാണ്. കണ്ടീഷൻ ക്ലിയർ ആയില്ലേ? നമ്മൾ ഫിലിം കാണാൻ വേണ്ടി ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ എത്തുന്നതിൻ്റെ മുന്നേ ബസ് വന്നു, നമ്മൾ നീട്ടി കൈ കാണിക്കും, വെരി അർജന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുക, ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുക ആ ബസ് ഇവിടെ നിർത്തണേ എന്നാണ്. ബസ് നിർത്തി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഓക്കെ, ഉള്ളിലേക്കാണ് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആഗ്രഹം എന്താ അറിയോ? ഇനി ബസ് എവിടെയും നിർത്തരുത് എന്നാണ്. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം നിർത്തിയാൽ മതി. ചിലപ്പോൾ കുറച്ച് ദൂരം പോയാൽ സ്റ്റോപ്പ് അല്ലാത്തൊരു സ്ഥലത്ത് വേറൊരാൾ കൈ കാണിച്ചാൽ നമുക്ക് ദേഷ്യം വരും. നമ്മൾ അറിയാണ്ട് ചിന്തിക്കുക ഇവനൊക്കെ സ്റ്റോപ്പ് പോയി കയറിക്കൂടെ എന്നാണ്. സോ നമ്മൾ ആക്ച്വലി എന്താ ചെയ്തത്? എന്ത് കാരണം കൊണ്ടാണോ നമ്മൾ ബസ്സിലേക്ക് എത്തിയത് ആ കാരണം പിന്നുണ്ടാവരുന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സെയിം ലെൻസിലോ തന്നെ. ഓക്കെ, പണ്ടത്തെ എന്താണ് പറയുക, ഇതിഹാസങ്ങളിൽ ഭസ്മാസുരന് വരം കൊടുത്തു എന്ന് പറഞ്ഞ കഥ. ആര് വരം കൊടുത്തോ, നീ ആരുടെ നേർക്ക് വിരൽ ചൂണ്ടണോ അയാൾ ഭസ്മമായി പോവും. ആദ്യം ചെയ്ത പണി എന്താണ്? ആരാണോ വരം കൊടുത്തത് അയാളുടെ മേലേക്ക് ചൂണ്ടിയിട്ട് എക്സ്പെരിമെന്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഇത് നടക്കുമോ എന്ന് ചെക്ക് ചെയ്യാനാണ്. ഓക്കെ, സോ ലെൻസിലോ എന്ന് പറഞ്ഞ കണ്ടീഷൻ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, വളരെ സിമ്പിൾ ആണല്ലോ പറയാൻ. ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടായാൽ അതെല്ലായ്പ്പോഴും ശ്രമിക്കുക എന്തിനു വേണ്ടിയിട്ടാണ്? കോസിനെ ഒപ്പോസ് ചെയ്യാൻ, ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവാനുള്ള കാരണത്തിനെ എതിർക്കാൻ. ഈ മാഗ്നറ്റ് അടുത്തേക്ക് വരണോണ്ടാണ് കറണ്ട് ഉണ്ടായത്. ഇനി ആ മാഗ്നറ്റ് വരണ്ട. ഈ മാഗ്നറ്റ് ഇതിൽ നിന്ന് ദൂരേക്ക് പോകുമ്പോഴാണ് കറണ്ട് ഉണ്ടാവണേ. ഇനി ആ മാഗ്നറ്റ് ദൂരേക്ക് പോകണ്ട. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? അതിന്റെ ഇക്വേഷൻ ആണ് E equal to minus d∅/dt. Induced EMF will try to oppose the rate of change of magnetic flux. That is Lenz's law. Okay, Lenz's law obeys law of conservation of energy. Lenz's law of conservation of energy obey ചെയ്യും. Law of conservation of energy obey ചെയ്യുമെങ്കിൽ some form of energy will converted into another form. 100% ഉറപ്പല്ലേ? Okay, so if it obeys law of conservation of energy, some form of energy will converted into other form. In this case, ഏതോ എനർജി ആയിട്ട് മാറും. ഏത് എനർജി ആയിട്ടാണ് മാറുക എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അവിടെ ഉണ്ടായത് ഇൻഡ്യൂസ്ഡ് കറണ്ട് ആണ്, മീൻസ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. എന്ത് എനർജിയാ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുക? നോ ഡൗട്ട് മെക്കാനിക്കൽ എനർജി റിക്വയർഡ് ഫോർ ദ റിലേറ്റീവ് മോഷൻ between coil and magnet will converted into electrical energy. Here mechanical energy will converted into electrical energy. Okay, Lenz law പ്രകാരം മെക്കാനിക്കൽ എനർജി വിൽ കൺവേർട്ടഡ് ഇൻടു ഇലക്ട്രിക്കൽ എനർജി. എന്തിനുള്ള മെക്കാനിക്കൽ എനർജി? മെക്കാനിക്കൽ എനർജി റിക്വയർഡ് ഫോർ ദി റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ കോയിൽ ആൻഡ് മാഗ്നറ്റ് വിൽ കൺവേർട്ടഡ് ഇൻടു ഇലക്ട്രിക്കൽ എനർജി. അതെങ്ങനെ സാർ വരിക? മാഗ്നറ്റിക് എനർജി അല്ലേ ഇവിടെ ഉപയോഗിക്കണത്, അതല്ലേ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറേണ്ടത്? അങ്ങനെ ഒരു ഡൗട്ട് അറിയാണ്ട് തോന്നിയില്ലേ? ഹിയർ മാഗ്നറ്റിക് എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറണ്ടേ, സാർ എന്തിനാ ഈ മെക്കാനിക്കൽ മിൽക്ക് കയറിയേ? അറിയാണ്ട് തോന്നുന്ന ഡൗട്ടാണ്. മാഗ്നറ്റിക് എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറിയതെങ്കിൽ ഈ മാഗ്നറ്റ് ഇതിൻ്റെ ഉള്ളിൽ വെറുതെ വെച്ചാലും എന്ത് കിട്ടണമായിരുന്നു? ഇൻഡ്യൂസ്ഡ് കറണ്ട് കിട്ടണമായിരുന്നു. കിട്ടണില്ല, 100% ഉറപ്പല്ലേ? സംശയങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞാല്. ഓക്കെ, സോ മാഗ്നറ്റ് വെറുതെ വെച്ചാൽ ഒരു കാരണവശാലും അവിടെ കറണ്ട് ഉണ്ടാവില്ല. അപ്പൊ മാഗ്നറ്റിക് അല്ല എന്തായിട്ട് മാറണത്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറണത്. പകരം the mechanical energy required for the relative motion between coil and magnet will converted into electrical energy. അതെന്തിനാ ഈ റിലേറ്റീവ് മോഷൻ എന്നൊക്കെ പറഞ്ഞേ? മാഗ്നറ്റ് തന്നെ മൂവ് ചെയ്യണം, നമുക്ക് വാശിയൊന്നുമില്ല. എന്ത് ചെയ്താലും മതി, കോയിൽ മൂവ് ചെയ്താലും മതി. ഒന്നുകിൽ കോയിൽ മൂവ് ചെയ്യുക, അല്ലെങ്കിൽ മാഗ്നറ്റ് മൂവ് ചെയ്യുക. ഈ രണ്ട് കേസിലും നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക്കൽ എനർജി കിട്ടും.
പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ലെൻസ് ലോ ഒബേസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഹിയർ മെക്കാനിക്കൽ എനർജി റിക്വയർഡ് ഫോർ ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ coil and magnet will converted into electrical energy. Got it? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ പറഞ്ഞ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാം. നോ ഡൗട്ട്. ക്ലിയർ അല്ലേ? സോ ലെൻസ് ലോ പ്രകാരം E equal to minus d phi by dt. What is this phi? Phi എന്ന് പറഞ്ഞതിന്റെ ഇക്വേഷൻ നമുക്കറിയാം. Phi equal to surface integral b dot dA or phi equal to BA cos theta. ഉറപ്പല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. And what is this theta? ഒമേഗ എന്ന് പറഞ്ഞാൽ തീറ്റ ബൈ ടി. അതിൽ നിന്ന് തീറ്റ എന്നുള്ളതിന്റെ ആൻസർ കിട്ടും ഒമേഗ ടി. അപ്പൊ ഫൈ എന്ന് പറഞ്ഞ ബി എ കോസ് ഒമേഗ ടി. ഓക്കെ, എൻ ടേൺ ഉണ്ടെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ കിട്ടും ഫൈ ഈക്വൽ ടു എൻ ബി എ കോസ് ഒമേഗ ടി. ഫൈ ഈക്വൽ ടു എൻ ബി എ കോസ് ഒമേഗ ടി. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. E equal to minus d by dt of phi എന്നല്ലേ പറഞ്ഞത്. phi എന്നുള്ളതിന് പകരം ആദ്യം നമുക്ക് ഇങ്ങനെ എഴുതാം ബി എ. or induced EMF is equal to minus d by dt of NBA cos omega t. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ n is a constant, b is a constant, a is a constant. So induced EMF is equal to minus NBA into d by dt of cos omega t. What is the differential of cos omega t? Minus omega sin omega t. So induced EMF is equal to minus NBA into minus omega sin omega t, or induced EMF is equal to NBA omega sin omega t. ഇത്രയും ക്വാണ്ടിറ്റിനെ നമ്മൾ വിളിക്കുക E0 എന്നാണ്. സോ ഇൻഡ്യൂസ്ഡ് EMF is equal to E0 sin omega t. ഇപ്പൊ ചെയ്ത സർക്കസ് സിമ്പിൾ ആണ്. ഇത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇതാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നുള്ളതിന്റെ സ്റ്റാർട്ടിംഗ്. സോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നിന്ന് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് എത്തി. അവിടേക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ ഇത് എഴുതിയ. ഇതാണ് നമുക്ക് വേണ്ട ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ, സോ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ മൈനസ് ഡി ഫൈ ബൈ ഡി ടി, ഓർ ഇൻഡ്യൂസ്ഡ് EMF ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ബി എ, or induced EMF is equal to NBA omega sin omega t, or induced EMF is equal to E0 sin omega t. പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? ഇൻഡ്യൂസ്ഡ് EMF ന്റെ ഇക്വേഷൻ മൈനസ് ഡി ഫൈ ബൈ ഡി ടി ഓർ മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ബി എ, അതും അല്ലെങ്കിൽ E equal to NBA omega sin omega t or simply E0 sin omega t. ലോജിക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, പറഞ്ഞു തന്നെ. ഓക്കെ അല്ലേ? സോ ലെൻസ് ലോ പ്രകാരം E ഈക്വൽ ടു മൈനസ് ഡി ഫൈ ബൈ ഡി ടി. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് കയറാം. The magnetic flux in a circuit, the magnetic flux in a circuit changes from 0.3 Weber to 0.6 Weber in 0.2 seconds. The magnetic flux changes from 0.3 Weber to 0.6 Weber in 0.2 seconds. Find the EMF induced. Find the EMF induced. Magnetic flux changes from 0.3 Weber to 0.6 Weber in 0.2 second. Find the EMF induced. Logic clear ആയില്ലേ? It's a very simple question. ആ കോൺസെപ്റ്റിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. Okay, so
E equal to നമുക്കറിയാം മൈനസ് d5/dt മൈനസ് d5 ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ 0.6 മൈനസ് 0.3 ഡിവൈഡഡ് ബൈ dt 0.2 d5/dt. ആൻസർ കിട്ടുക മൈനസ് 0.3 ഡിവൈഡ് ബൈ 0.2. ആൻസർ ഈസ് minus 1.5 volts. The EMF induced will be minus 1.5 volts. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് വൺ. The flux in a circuit. The flux in a circuit changes as 2t cube minus 4t square plus 5t minus 6. Find the induced EMF at t equal to 2 seconds. The magnetic flux changes as, or the magnetic flux is given by phi equal to 2t cube minus 4t square plus 5t minus 6. Find the EMF induced at t equal to 2 seconds. ക്ലിയർ അല്ലേ? സോ ഫ്ലക്സിന്റെ ഇക്വേഷൻ തന്നു, ഇൻഡ്യൂസ്ഡ് EMF കാണാൻ പറഞ്ഞു. ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ നമുക്കറിയാലോ, മൈനസ് d5/dt. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഇൻഡ്യൂസ്ഡ് EMF. സോ E ഈക്വൽ ടു മൈനസ് d/dt ഓഫ് 2t ക്യൂബ് മൈനസ് 4t സ്ക്വയർ പ്ലസ് 5t മൈനസ് 6. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 2t ക്യൂബ് എന്ന് പറഞ്ഞാൽ 6t സ്ക്വയർ മൈനസ് 4t സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 8t പ്ലസ് 5. ഇനി നമ്മളോട് പറഞ്ഞത് ഇൻഡ്യൂസ്ഡ് EMF at t equal to 2 seconds. സോ ആൻസർ കിട്ടുക മൈനസ് ഓഫ് 6 into 2 സ്ക്വയർ മൈനസ് 8 into 2 പ്ലസ് 5. So induced EMF will be minus of 4 into 6, 24 minus 16 plus 5. 24 plus 5, 29. 29 16 minus ചെയ്താൽ 13. So induced EMF is equal to minus 13 volts. ഇത് എൻട്രൻസ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഓപ്ഷനിൽ പ്ലസ് 13 ഉണ്ടാവും, അതേപോലെ മൈനസ് 13 ഉണ്ടാവും. ഐഡിയ ക്ലിയർ ആണോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലേ ഈ പറഞ്ഞ? വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണ ഒരു സ്റ്റൈലാണ്. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള ഒരു സർക്കിൾ, ഇവിടുന്ന് ഒരു മാഗ്നറ്റ് താഴേക്ക് വീഴാണ്. വാട്ട് ഷുഡ് ബി ആക്സിലറേഷൻ ഓഫ് ദിസ് മാഗ്നറ്റ്? എന്തായിരിക്കും ആ മാഗ്നറ്റിന്റെ ആക്സിലറേഷൻ? വെരി സിമ്പിൾ. ഈ മാഗ്നറ്റ് താഴേക്ക് വീഴുമ്പോൾ ഇതിൻ്റെ ഉള്ളൊരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് നമ്മളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഉണ്ടായേ? മറുപടി കൊടുക്കും മാഗ്നറ്റ് താഴേക്ക് വരുകൊണ്ടാണ്. ഇനി ആ മാഗ്നറ്റ് വരേണ്ട എന്ന് പറഞ്ഞാൽ ഇവിടെ N ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലും N പ്രൊഡ്യൂസ് ചെയ്യും. അതിനുവേണ്ടി ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ഇതിൽ ഫോം ചെയ്യും. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ ഈ നോർത്തും റിപ്പൽഷൻ ആയിരിക്കും. സോ ആക്സിലറേഷൻ ഈസ് ലെസ് ദാൻ g. ഇനി ഇതിന്റെ അടുത്തൊരു കേസ് ഇതിന്റെ കൂടെ തന്നെ പറയാം. എങ്ങനെയാ ചോദിച്ചാൽ, ഈ കേസ് കഴിഞ്ഞു കേട്ടോ, രണ്ടാമത്തെ കേസാണ്. അടുത്ത ഫിഗർ തന്നെ വരയ്ക്കാം, ദാറ്റ്സ് ബെറ്റർ. ഇങ്ങനെ ഒരു മാഗ്നറ്റ് നോർത്ത് സൗത്ത്, ഈ മാഗ്നറ്റ് താഴേക്ക് വീഴാണ്. വാട്ട് ഷുഡ് ബി ഹിസ് ആക്സിലറേഷൻ? ഒരു സംശയം വേണ്ട. എന്താണ്? ഈ മാഗ്നറ്റ് താഴേക്ക് വീഴുമ്പോൾ, ഓക്കെ, ഈ മാഗ്നറ്റ് താഴേക്ക് വീഴുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് നമ്മളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഉണ്ടായേ? എന്താ മറുപടി കൊടുക്കുക? ഈ മാഗ്നറ്റ് ദൂരേക്ക് പോകുന്നത് കൊണ്ടാണ്. സോ ഈ മാഗ്നറ്റ് ദൂരേക്ക് പോകണ്ട. അങ്ങനെ പോവാതിരിക്കണമെങ്കിൽ ഇവിടെ നോർത്ത് പോൾ ക്രിയേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. അങ്ങനെ വരുമ്പോൾ ഇവിടെ അട്രാക്ഷൻ വരും സൗത്ത് നോർത്ത് തമ്മിൽ. അഗെയിൻ എ ഈസ് ലെസ് ദാൻ ജി. ഓക്കെ, അടുത്തൊരു സർക്യൂട്ടും കൂടെ വരയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു സർക്യൂട്ട്, ഇവിടുന്ന് ഒരു മാഗ്നറ്റ് താഴേക്ക് വീഴണം. വാട്ട് ഷുഡ് ബി ദ ആക്സിലറേഷൻ ഓഫ് ദിസ് മാഗ്നറ്റ്? അടുത്ത ക്വസ്റ്റ്യൻ.
ഈ മാഗ്നറ്റ് താഴേക്ക് വീഴുന്നു. അങ്ങനെയാണെങ്കിൽ ആ മാഗ്നറ്റിന്റെ ആക്സിലറേഷൻ എത്ര ആയിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു ജി. അതെന്താ സർ? സാറല്ലേ നേരത്തെ ഇവിടെ പറഞ്ഞ് എ ഈസ് ലെസ് ദാൻ ജി എന്നുള്ളത്. ഇവിടെ എത്തുമ്പോ എങ്ങനെയാ എ ഈക്വൽ ടു ജി വരാം? ഈ ഫിഗർ ഒന്ന് വ്യക്തമായിട്ട് നോക്കിക്കോളൂ. ഇത് ഇവിടെ കട്ടാണ്. ഓക്കെ, ഇങ്ങനെ ഒരു കട്ടിങ് ഇവിടെ വന്നാൽ ഇതൊരു ഫുൾ കോയിൽ അല്ല, അല്ലെങ്കിൽ ഫുൾ സർക്കിൾ അല്ല. അങ്ങനെ ഫുൾ സർക്കിൾ അല്ലെങ്കിൽ ഈ മാഗ്നറ്റ് താഴേക്ക് വീഴുമ്പോ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവും. അതുകൊണ്ട് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുമോ? ഉടൻ മറുപടി കിട്ടും, ഉണ്ടാവില്ല. ആൻസർ ഈസ് യെസ്, ഉണ്ടാവും. ഇങ്ങനെ ഒരു മാഗ്നറ്റ് താഴേക്ക് വീഴുമ്പോ ഇതിൻ്റെ ഉള്ളിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും, 100% ഉറപ്പാണ്. പക്ഷേ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവില്ല. കറണ്ട് ഉണ്ടാവണമെങ്കിൽ ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരിക്കണം. EMF ഉണ്ടാവാൻ ഓപ്പൺ സർക്യൂട്ട് മതി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ, 2 പോയിന്റ്സ് ഉണ്ടായാൽ മാത്രം മതി. ഓക്കെ, സോ ഈ മാഗ്നറ്റ് താഴേക്ക് വീഴുമ്പോ ദർ ഈസ് നോ ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇല്ലെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല. മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലെങ്കിൽ ഇയാളെ ഒപ്പോസ് ചെയ്യാൻ ആരുമില്ല. മൂപ്പര് ഫ്രീ ഫ്ലോ ആയിട്ട് താഴേക്കാണ് പോകും. സോ ഇറ്റ്സ് ആക്സിലറേഷൻ വിൽ ബി ഈക്വൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പറഞ്ഞാൽ? ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കണം. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ലെൻസ് ലോന്റെ ഡിഫറെന്റ് കേസുകൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന്റെ ഐഡിയ അതേ രീതിയിൽ തന്നെ ആ കോൺസെപ്റ്റ് നമ്മളെ ബ്രെയിനിൽ എത്തിയിട്ടുണ്ടാവും. എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ വളരെ ഈസി ആയിട്ട് ഉത്തരം പറയുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നല്ല ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.